സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖത്താണ്. പുള്ളിംഗ്ടൺ സ്ട്രോഹോൾസ് ഫോർ ബിദിൻ കാണ്ടർ ലിബർട്ടി അതിൻ്റെ അനുഭവത്തിൽ കിട്ടിക്കരുത്. ഇവിടെ ശംഖുമുഖത്ത് പല പരിപാടികളും കടന്നു വന്നു. പുള്ളിംഗ്ടൺ സ്ട്രോൾസ് ഫോർ ബിദിൻ കാൽബർട്ടി ദിലീപിൻ്റെ വിഷയം മറ്റൊരു ദിവസത്തിൽ പറയാം. ഫോർ ബിദിൻ കാണ്ടർ ലിബർട്ടി ആൻഡ് വളരെ ഗുഡ് മാസ്റ്റർ കൺസേൺസ് ആൻഡ് നോട്ട് എന്തെങ്കിലും അതിൻ്റെ അനുഭവത്തിൽ കൂടി വരും. നേരത്തെ ലൈവിൽ പറഞ്ഞിരുന്നു ഞാൻ ശംഖുമുഖത്ത് വരുന്നു. അതുപോലെ ശംഖുമുഖത്ത് വരുവാൻ തക്ക ഇടയിൽ തരുന്നു. അപ്പോൾ ഒരു യുവാവുമായിട്ട് സംസാരിക്കാൻ തക്ക ഇടയിൽ തരുന്നു. അതുകൊണ്ടാണ് ലൈവിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഡീപ്പായിട്ട് പറയാൻ പറ്റാത്തത്. ഇനി മറ്റൊരവസരത്തിൽ ഇവിടെ വീണ്ടും വരും. മാത്രമല്ല ദിലീപിൻ്റെ വിഷയം കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് പറയും. ഫോർ ബിദിൻ കാണ്ടർ ലിബർട്ടി, പിന്നെ അതുപോലെ തന്നെ ഖുർആൻ ടഫീസൊക്കെ തുടരും. പിന്നെ അതുപോലെ തന്നെ വീണ്ടും ലൈവിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫോർ ബിദിൻ കാണ്ടർ ലിബർട്ടി നാമിൻ്റെ അടിമത്തിൽ കൂടി വരുത്. അപ്പം ഇതിന് ചുറ്റും ഈ ശംഖുമുഖം എന്ന് പറയുന്ന ട്രിവാൻഡ്രം വെസ്റ്റാണ്. ഇതിന് ചുറ്റും ഒരു പാർക്കുണ്ട്. ഈ പാർക്കിൽ പിന്നെ എന്ത് ചെയ്യുന്നു, പല ആളുകളും വന്ന് വിശ്രമിക്കാറുണ്ട്, അതുപോലെ തന്നെ എൻജോയ് ചെയ്യാറുണ്ട്. ഫോർ ബിദിൻ കാണ്ടർ ലിബർട്ടി. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റ് വന്ന സമയത്ത് ഇവിടെ എന്തൊക്കെയോ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ചില സമയത്ത് കടലാക്രമണ ഭീതിയുണ്ട്. ഫോർ ബിദിൻ കാണ്ടർ ലിബർട്ടി. എന്തായിരുന്നാലും നമുക്ക് തൽക്കാലം ചൊല്ലാം. ഫോർ ബിദിൻ കാണ്ടർ ലിബർട്ടി നാമിന് അടിമത്തിൽ കൂടി വരുത്. ഇവിടെ നമുക്കൊരുപാട് പിന്നെന്താണ് ഫോർ ബിദിൻ ഇസ്ലാമിക വിമർശനം, സംഘപരിവാർ വിമർശനമൊക്കെ നമുക്ക് ചെയ്യാം. ശംഖുമുഖത്ത് കടന്നു വരാൻ കഴിഞ്ഞു. ഇതൊരു ലൈവാണ്. ഇനി ദിലീപിൻ്റെ മറ്റു വിഷയങ്ങൾ, കാവ്യനാഥൻ്റെ വിഷയം മറ്റൊരു അവസരത്തിൽ കുറച്ചുകൂടെ സവിസ്തരം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫോർ ബിദിൻ കാൽബർട്ടി. എന്തായാലും ഇനി വരുന്ന അവസരങ്ങളിൽ ആൻറ്റി ക്രൈസ്റ്റ് ആരാണെന്ന്, അത് ഇസ്ലാം റിലീജിയനോടുള്ള ബന്ധം എന്താണെന്നൊക്കെ നമുക്ക് സവിസ്താരം ചിന്തിക്കാം. ഡാനിയൽ വെളിപ്പാട് പുസ്തകമൊക്കെ ഒന്ന് ലിങ്ക് ചെയ്ത് നമുക്ക് പഠിക്കാം. ഇസ്ലാം റിലീജിയൻ അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് നോക്കാം. ഫോർ ബിദിൻ കാണ്ടർ ലിബർട്ടി. പിന്നെ യഹൂദ വിരോധികളായിരിക്കുന്ന ആളുകൾ. അപ്പോൾ അത് ഇസ്രായേലിൻ്റെ ചരിത്രം, അതുപോലെ തന്നെ കറണ്ട് ഈവൻസ് അല്ലെങ്കിൽ കറണ്ട് നമുക്ക് ചുറ്റും നടക്കുന്ന കറണ്ട് ഈവൻസിനെ ആസ്പദമാക്കി, അതുപോലെ തന്നെ സ്ഫോടനങ്ങൾ, ആസ്ട്രേലിയ മോണ്ടി ബീച്ചിൽ നടന്നതായിട്ടുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ പഹൽഗാമിൽ നടന്നതായിട്ടുള്ള ആക്രമണം, അതുപോലെ തന്നെ മറ്റേ ബസ് സ്ഫോടനം അല്ലേ, അപ്പോൾ അതിൽ നടന്ന സംഭവം, ചെങ്കോട്ട സ്ഫോടനം, ഇതിലൊക്കെ മുസ്ലിങ്ങളുടെ പങ്ക് എന്താണ്, അപ്പോൾ അവർ ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും എപ്രകാരമാണ് കാണുന്നത്, സൂറ 5:51 എന്താണ്, പിന്നെ യോഹന്നാൻ്റെ ലേഖനത്തിൽ അതിനെപ്രകാരം ആ മതത്തെ റെസിസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എതിർ ക്രിസ്തുവിനെ തേടി അവിടെ ഇവിടെയൊന്നും പോണ്ടടേ, എതിർ ക്രിസ്തുവിനെ കാണണമെങ്കിൽ ഏതെങ്കിലും ഒരു മോസ്കിൽ കയറി നോക്കിയാൽ പോലും. ഫോർ ബിദിൻ കാണ്ടർ ലിബർട്ടി, അതായത് ക്രിസ്ത്യാനികളെ യഹൂദന്മാരെ കണ്ണെടുത്ത ആ വർഗ്ഗങ്ങൾ, നമുക്ക് അവരോട് പിന്നെ വിരോധമില്ല. പക്ഷെ ആ ഗ്രന്ഥം, ആ കിതാബിനോട് നമുക്ക് ഇതുണ്ട്. ഈ കഴിഞ്ഞ് ഞാനും പണ്ട് അങ്ങനെ പഠിക്കാത്ത ആളായിരുന്നു. പക്ഷേ ഈ 5 വർഷം കൊണ്ട് കോവിഡ് വന്ന സമയത്ത് എല്ലാ മനുഷ്യരും പുസ്തക പുഴുക്കളെ പോലെ, വീഡിയോ പുഴുക്കളെ പോലെ ആയില്ലെങ്കിലും എല്ലാവരും സവിസ്താരം പല വീഡിയോകളും കാണാനുള്ള സാവകാശം അവർക്കുണ്ടായി. അങ്ങനെയാണ് പല ആളുകളും ആൻറ്റി ഇസ്ലാമിസ്റ്റും അതുപോലെ തന്നെ ആൻറ്റി സംഘപരിവാറൊക്കെ ആൻറ്റി സനാതനക്കാരൊക്കെ ആയിട്ട് മാറിയത് അങ്ങനെയാണ്. അപ്പം ഞാനും സ്വന്തമായിട്ടൊക്കെ വീഡിയോ ചെയ്യാനും സെബാസ്റ്റ്യൻ മുന്നക്കലിൻ്റെയും അനിൽകുമാർ അയ്യപ്പൻ്റെയും ഇപ്പോഴത്തെ ട്രെൻഡ്സൊക്കെ അതാണ്. നമ്മൾ അതൊക്കെ നോക്കി നമുക്ക് ചുറ്റും നടക്കുന്ന കറണ്ട് ഈവൻസ് മനസ്സിലാക്കുക, ലോക സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇസ്രായേലിൽ ഇപ്പോൾ എന്ത് നടക്കുന്നു, നമുക്ക് ഉള്ള കുറച്ച് രാഷ്ട്രീയ വിമർശനം എന്താണ്, പിണറായി വിജയൻ എന്താണ് ആക്ച്വലി, ഏതിൻ്റെ ഷാഡോയാണ്, ഏതിൻ്റെ ഇതാണ്, അപ്പോൾ ദിലീപിൻ്റെ ഇഷ്യൂ പബ്ലിക്കിനെ എങ്ങനെ ബാധിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മളിൽപ്പെട്ട ആളുകൾ ആ രീതിയിലുള്ള ഒരു ഇതിലേക്ക് ചായാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ മുൻകരുതൽ എടുക്കാം, അങ്ങനെയൊക്കെയുള്ളൊരു മെസ്സേജും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്താം. എന്തായിരുന്നാലും ഇനി വരുന്ന അവസരങ്ങളിൽ നമുക്ക് കൂടുതൽ തെളിവോടെ, കൂടുതൽ മികവോടെ, അതിവേഗം ബഹുദൂരം എന്ന് ഏഷ്യാനെറ്റ് പറയും പോലെ ദേവോ ഇതാവും. അപ്പോൾ നമുക്കുള്ള കഴിവുകളും മിമിക്രി, പാട്ട്, അങ്ങനെയുള്ള എല്ലാ കഴിവുകളും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തൽക്കാലം ഞാൻ വിട ചൊല്ലുകയാണ്. അത് ട്രിവാൻഡ്രം വെസ്റ്റാണ് ഈ സ്ഥലം എന്ന് വെച്ചാൽ, ട്രിവാൻഡ്രം വെസ്റ്റാണ്. അപ്പോൾ അത് മറ്റ് ഡീറ്റെയിൽസൊക്കെ നമുക്ക് മറ്റൊരവസരത്തിൽ നമുക്ക് പറയാം. കാരണം യാത്ര ചെയ്ത് കുറച്ച് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്, മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ അവിടെ തൽക്കാലം നിർത്തുകയാണ്. യാത്ര ചെയ്ത് കുറച്ച് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ് നിർത്തുന്നത്. ഫോർ ബിദിൻ കാൽബർട്ടി ദേ ബോയി ദാവെന്ന് യാത്ര ചെയ്ത് കുറച്ച് ദൂരം സഞ്ചരിക്കേണ്ട. അതുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ദിലീപിൻ്റെ വിഷയം, കാവ്യമാതാൻ്റെ വിഷയം, അവരുടെ ഉടായ്പകളും ചതികളെക്കുറിച്ച് മറ്റൊരു വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ തൽക്കാലം നിർത്തുകയാണ്. കാരണം കുറച്ച് ദൂരമുണ്ട്, ട്രാഫിക് ബ്ലോക്കിനൊക്കെ അതിജീവിച്ച് വേണം ഭവനത്തിൽ എത്തിച്ചേരാൻ. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, സമയം ഇപ്പോൾ ഏകദേശം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 9:05, പ്രേക്ഷകർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 9:05 കഴിഞ്ഞു. അതുകൊണ്ടാണേ.
ഇനി പകൽ സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ലേക്കിലോ പാർക്കിലോ ബീച്ചിലോ അങ്ങനെ എവിടെയൊക്കെ നമുക്ക് സവിസ്താരം ഇരുന്ന് പുസ്തകങ്ങളും കിതാബൊക്കെ വെച്ച് നമുക്ക് ഇസ്ലാം വിമർശനം, സംഘപരിവാർ വിമർശനം, പിണറായി വിമർശനം, കോൺഗ്രസ് വിമർശനം, അങ്ങനെ വേണ്ട ദിലീപ് വിമർശനം എന്ന് വേണ്ട പലതിലേക്കും നമുക്ക് സവിസ്താരം ചിന്തിക്കാം. എന്ന് മാത്രമല്ല, ഇനി വരുന്ന അവസരങ്ങൾ ദിലീപിനെ കുറിച്ച് പറഞ്ഞതിന് കൈ കണക്കില്ല. ഇനി അടുത്ത വീഡിയോയിൽ ദിലീപിനെ കുറിച്ച് നമുക്ക് പറയാം, അത് കണക്ട് ചെയ്ത് പറയാം, സമൂഹത്തെ അത് എങ്ങനെ ബാധിക്കുന്നതെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഇനി വരുന്ന അവസരങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബഹിരാകാശ പഠനം അതും കൂടെ കുറച്ചും കൂടെ നമുക്ക് ഉൾപ്പെടുത്താനും ശ്രമിക്കാം. നമ്മുടെ സുരേഷ് ഗോയുടെ വർഷം പോയി ഇതാ വന്നു. എല്ലാവർക്കും ശുഭരാത്രി. ഇന്ത്യയിലുള്ളവർക്ക് ശുഭരാത്രി എന്ന് പറഞ്ഞാൽ എന്ന് പറയത്തില്ലേ?